വീണ്ടും പുകഞ്ഞു മറയുന്ന രാജ്യം ഗൈസ്. നോക്കി, മൊത്തത്തിൽ പുകയുന്ന ഒരു രാജ്യമാണ് ഐസ്ലൻഡ്. എന്തോന്നു ഇത് ട്രക്കാ? ഇതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്. ഇത് ട്രക്കാണോ ബസ്സാണോ എന്താ സംഭവം അറിയത്തില്ല. ടൈം ടു ഗോ ഡൗൺ അല്ല ഗോ അപ്പ്. ഗോൾഡൻ സർക്കിൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സോ അവിടെ നിന്ന് പിന്നെ ഞാൻ എൻ്റെ റൗണ്ട് ട്രിപ്പ് ഞാൻ കണ്ടിന്യൂ ചെയ്യും. മനോഹരൻ്റെ മോൻ പുറകെ വരുന്നുണ്ട് വേറെ വണ്ടിയിൽ. മനോഹരൻ എന്നിട്ട് ആ വഴിക്ക് തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ള കെഫ്ലവിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 140 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക്. ഇത് മൊത്തത്തിൽ ഇച്ചിരി ക്ലൗഡിയാണ് രാവിലെ തന്നെ. അപ്പോ മേ ബി നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. കെഫ്ലവിക്കിൽ നിന്ന് റെയ്ക്കവിക്കിലേക്ക് ഉള്ള ഒരു 4 വരി ഹൈവേയിലൂടെയാണ് പോകുന്നത്. 90 കിലോമീറ്ററാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. എനിക്ക് തോന്നുന്നു ഈ ഐസ്ലാൻഡിൽ ആകെ ഉള്ള 4 വരി ഇതാണെന്ന് തോന്നുന്നു അല്ലേ? വേറെ ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ റിംഗ് റോഡിലൊന്നും ഇല്ല, അതൊക്കെ ചെറിയ ചെറിയ വഴികളാണ്. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞാണ് അല്ലേ? 50 കിലോമീറ്റർ കഴിഞ്ഞ് എവിടെ വണ്ടി എടുത്തിരിക്കുന്നത് അറിയോ? എവിടോ ഒരു സ്ഥലം ഹൈവേന്ന് ഇങ്ങോട്ട് മാറി. ഇവിടെ മൊത്തം വിജനമായ മലകളാണ്. എവിടെ നോക്കിയാലും വിജനമായ മലകളും വിജനമായ സ്ഥലങ്ങളും അതും ഇതുമൊക്കെയാണ് സംഭവങ്ങളെല്ലാം. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഡ്രോൺ വിഷ്വൽ എടുക്കാൻ കരുതി, റോഡിൻ്റെയൊക്കെ നല്ല ഭംഗിയായിരിക്കും എടുക്കാമെന്നൊക്കെ കരുതി നിർത്തിയതാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് ഭയങ്കര രസമുള്ള റോഡാണ്. രണ്ട് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലാത്തതിൻ്റെ നടുവിലൂടെ വെറുതെ ഇങ്ങനെ കിടക്കുന്ന റോഡ്. ചില സമയത്ത് ഇങ്ങനെ 4 വരി വരും, ചില സമയത്ത് ഇങ്ങനെ 2 വരി വരും. ചില സ്ഥലത്ത് പച്ചപ്പ് കാണും, ചില സ്ഥലത്ത് ചുമ്മാ കിടക്കുന്ന അന്യഗ്രഹങ്ങൾ പോലത്തെ സ്ഥലമായിരിക്കും. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് റോഡാണ് കൺട്രി സൈഡ് പോകുമ്പോൾ ഇപ്പം നിലയിൽ കാണുന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി ഹൈവേ 1 എന്ന് പറഞ്ഞ ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. ഈ ഹൈവേ 1 ആണ് ശരിക്കും നമ്മുടെ ഐസ്ലാൻഡിന് ചുറ്റും കറങ്ങിപ്പോകുന്ന ആ ഒരു റോഡെന്ന് പറയുന്നത്. ആ റോഡിലൂടെ ആയിരിക്കും ഇനി നമ്മൾ വണ്ടി ഓടിക്കുക ഫുൾ, അതായത് ഇനി അടുത്ത ദിവസങ്ങളിലല്ല. നമ്മളിപ്പോൾ മൗണ്ടൻ്റെ മുകളിലേക്ക് ആക്ച്വലി കയറി തുടങ്ങിയിരിക്കുകയാണ്. മൗണ്ടൻ്റെ മുകളിലൂടെ ഉള്ള ആ ഒരു മനോഹരമായിട്ടുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുറേ ജിയോ തെർമൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഭയങ്കര രസമാണ് ഈ മൗണ്ടൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഈ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന കാണുമ്പോഴത്തേക്കിനും. ഇതിന് ഈ ഇടയ്ക്കൊക്കെ ചുറ്റിനും അവിടെ ഇവിടെയൊക്കെ ഈ താഴെ കാണുന്ന പച്ചപ്പ് കണ്ടില്ലേ? ഈ പച്ചപ്പെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇതൊക്കെ ശരിക്കും ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടായിട്ട്, ആ ഒരു വോൾക്കാനിക് ഇറപ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അതേപോലെ തന്നെ ആ ഒരു വോൾക്കാനിക് ഇറപ്ഷൻസിൻ്റെ ആ ഒരു ലാവ ഒഴുകി വന്ന് ആ ലാവ ഇങ്ങനെ അവിടെ ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടന്നിട്ട് അതിൻ്റെയൊക്കെ മേളിൽ പച്ചപ്പ് വന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മുകളിലൂടെ ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. ഇതിങ്ങനെ എനിക്ക് നിങ്ങളെ ആ ഒരു ആകാശ ദൃശ്യങ്ങളിലൂടെ ഇങ്ങനെ കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് ശരിക്കും കല്ലോ പാറയോ അങ്ങനെ സംഭവങ്ങളൊന്നും അല്ല. ഇതൊക്കെ ലാവ ഒഴുകി വന്ന് ഇതായിരിക്കുന്ന സംഭവമാണ്. ഇത് നമുക്കിവിടെ ഐസ്ലാൻഡ് മൊത്തത്തിൽ നമുക്കിതിങ്ങനെ കാണാൻ സാധിക്കും. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ നമ്മൾ ഈ കടലിനടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള പല പല സംഭവങ്ങളല്ലേ. പ്രകൃതി എത്രത്തോളം മനോഹരമാണ്, പ്രകൃതിയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങ് തലങ്ങും വലങ്ങും ഇങ്ങനെ ആ റോഡിലൂടെ ഇങ്ങനെ ഹൈവേയിലൂടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് നടക്കുന്ന പോകുന്നത് കാണുമ്പോഴത്തേക്കിനും അതും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു നാഷണൽ ഹൈവേ 1 എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഐസ്ലാൻഡിന് ചുറ്റും ഒരു റിംഗ് റോഡ് എന്നുള്ള രീതിയിൽ നടക്കുന്നതാണ്. അതാണ് ഈ കാണുന്ന നാഷണൽ ഹൈവേ. ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിയാണ്. ഇതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുത്ത് റെൻറ്റിനെടുത്തിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് വിൻ്ററിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പച്ചപ്പും ബാക്കിയുള്ള സ്ഥലങ്ങളും എല്ലാം സ്നോ വീണ് ഐസ് വീണ് കിടക്കുന്ന സംഭവങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സമ്മർ എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് പകുതി വരെയൊക്കെ ആയിരിക്കും സമ്മർ. ആ സമയത്ത് നമുക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കിട്ടുകയുള്ളൂ. ഈ കാണുന്ന പുകയുന്ന സംഭവങ്ങളൊക്കെ ജിയോ തെർമൽ ആക്ടിവിറ്റീസാണ്. ഈ ജിയോ തെർമൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തു നിന്നെല്ലാം ഇവർ നമ്മുടെ ചൂടുവെള്ളം എടുത്തിട്ട് ഈ ഹീറ്റിംഗ് സിസ്റ്റത്തിനും ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന കാണാം. ഇവിടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കിനും അവിടെ എല്ലാം നമുക്ക് ഒരു സൾഫറിൻ്റെ മണവും അത്തരത്തിലുള്ള പല മണങ്ങളും വരും. പിന്നെ റോഡ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ, ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് ആ റോഡ്. ഭയങ്കര ഭംഗിയുള്ള റോഡ്. ഇതിങ്ങനെ ഐസ്ലാൻഡിന് ചുറ്റും ഇങ്ങനെ എത്ര വിജനമല്ലേ ഓരോ പ്രദേശങ്ങൾ. ഇതിങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ ഒരു 10-25 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കഴിയുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ സ്ഥലം കാണും. അവിടെ കുറേ ആൾക്കാർ വണ്ടി നിർത്തിയിട്ടുണ്ടാവും. നമ്മളെല്ലാവരും അവിടെ നിർത്തും. താഴെ ഒരു സിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്.
പിന്നെ നമ്മളിപ്പോൾ ഒരു വലിയൊരു മല കയറിയിട്ട് ആ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏതാ നഗരം? അത് ഏത് സിറ്റിയാ? ആ എന്നല്ലേ, എന്തൊക്കെയോ പേരുകളാണ്. അപ്പോൾ ഭയങ്കര രസമാണ്. ഇത് എല്ലാം ക്ലൗഡിയാണ്. ഇന്നത്തെ വെതർ ഇച്ചിരി മോശമാണ്, ക്ലൗഡിയാണ്. അതാണ് ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ സൈൻ ബോർഡുകൾ, സ്ഥലത്തിൻ്റെ മാപ്പും ഫോട്ടോസും അങ്ങനെയുള്ള പരിപാടികളും നമ്മൾ ഈ ഓരോ നഗരത്തെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കത്തില്ലേ, അതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളൊരു സിറ്റി കണ്ടു. ആ സിറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്കിനും അവിടെ റെസ്റ്റോറൻറ്റുകളും അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളും പെട്രോൾ പമ്പുകളും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളും ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള പരിപാടികളും ഹോട്ടലുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഹോട്ടൽസൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. സോ ഡോണ്ട് തിങ്ക് അബൌട്ട് ഹോട്ടൽസ്. അല്ലെങ്കിൽ അത്രയും ബഡ്ജറ്റ് വെച്ചിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യണം, എന്നാലേ ഹോട്ടൽസൊക്കെ അഫോർഡബിൾ ആയി കിട്ടുള്ളൂ. നമ്മുടെ അശ്വിൻ എവിടെ പോയി? എത്ര നേരം അശ്വിൻ ഞങ്ങളുടെ പുറകെയായിരുന്നു. ഇപ്പോൾ അശ്വിനെ കാണുന്നില്ല. അശ്വിൻ മുമ്പിൽ എവിടെ പോയി? ഞങ്ങളുടെ അടുത്ത് നിർത്തിയപ്പോഴത്തേക്കിനും അശ്വിൻ കയറിപ്പോയി. ഞങ്ങളിപ്പോൾ മറ്റേ ഗോൾഡൻ സർക്കിളിലേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞു. അതായത് നമ്മൾ ആ N1 നിന്ന് ഗോൾഡൻ സർക്കിളിലേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞ് വരുന്ന വഴിക്ക് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കണ്ട് ഇവിടെ ഒന്ന് നിർത്തി. ഇതിനകത്തൊരു റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. എന്നിട്ട് ഞാൻ ഇവിടുത്തെ ഭംഗി കാണിച്ചു തരാം. ഭയങ്കര രസമുള്ളൊരു ഏരിയയാണ്. നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്ന ആ ഒരു റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പൈൻ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ബാക്കിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മലകൾ, ആ മലകളുടെ നടുക്കൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന നദി. ശരിക്കും പറഞ്ഞാൽ ഈ ഐസ്ലാൻഡിന് ആരാണ് ഐസ്ലാൻഡ് എന്ന് പേര് കൊടുത്തതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇതിന് വല്ല ഗ്രീൻലാൻഡ് എന്നൊക്കെ പേര് കൊടുക്കേണ്ടതായിരുന്നു. എന്നിട്ട് ആ ഗ്രീൻലാൻഡിന് ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ പേരും കൊടുക്കേണ്ടതായിരുന്നു. ഇതിങ്ങനെ പേര് കൊടുത്തപ്പോൾ മാറിപ്പോയൊരു സംഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഐസ്ലാൻഡിൽ വിൻ്ററൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് ഭയങ്കര ഗ്രീനറിയാണ്. ഗ്രീൻലാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രീനറി പോലും കാണാൻ പറ്റത്തില്ല. കാരണം അത് വീണ്ടും കുറച്ചും കൂടെ പോളാറിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ മൊത്തത്തിൽ എപ്പോഴും തണുപ്പും സ്നോയും ആയിരിക്കും. ഐസ്ലാൻഡിനെക്കാട്ടി തണുപ്പുള്ള സ്ഥലമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. പേര് പോലെ നമുക്കൊരിക്കലും പറയാൻ പറ്റാത്തൊരു സ്ഥലമാണ് ശരിക്കും ഈ ഗ്രീൻലാൻഡും ഐസ്ലാൻഡും. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു നദിയുടെ ഒരു കൈവഴിയാണ് ഒഫ്ലൂസോ അങ്ങനെ എന്തോ ആണ് ഈ നദിയുടെ പേര്. പിന്നെ ഇത് അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കിനും വേറെ 2 കൈവഴികൾ ഇങ്ങനെ വന്ന് ചേർന്ന് വലിയ നദിയായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഒരു വാട്ടർഫോൾ ഉണ്ട് ഗോൾഡൻ സർക്കിളിൻ്റെ ഭാഗത്ത്. ആ വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളമില്ല ശരിക്കും ഈ ഒരു നദിയായിട്ട് മാറിപ്പോകുന്നത്. സോ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ നദിയോട് ചേർന്ന് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കൃഷിയും പരിപാടികളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഞാനൊന്ന് ബാത്റൂമിൽ പോകാനായിട്ട്, അതായത് മൂത്രം ഒഴിക്കാനായിട്ട് സ്ഥലം ഓടിക്ക് വന്നതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത്. റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കി വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഈ ഹൈക്കിങ്ങിന് പോകുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇതുപോലെയുള്ള കാട്ടിലേക്കൊക്കെ ഹൈക്കിങ്ങിനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു പോകും. അതാണ് ഇവരുടെ മെയിൻ പരിപാടി. യൂറോപ്പിൽ UK-ലൊക്കെയുള്ള ആൾക്കാർ ഇവരൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അതാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഒരു ചുമ്മാ കാട് പിടിച്ച് കിടക്കുന്ന കാണാൻ തന്നെ എന്തോരം ഭംഗിയാന്ന് നോക്കി. വെറുതെ കാട് പിടിച്ച് കിടക്കുക, എന്നാൽ ആ കാടിന് പോലും എന്ത് ഭംഗിയാണ്. ഈ എന്താ പറയുക, വേലിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടല്ലേ, അതുപോലെ ഒരു പ്രത്യേക ഭംഗി. മൊത്തത്തിൽ നല്ല അടിപൊളി ഭംഗിയായിട്ട്. ഈ പൂവൊക്കെ നോക്കിയാൽ ഇത് എന്ത് പൂവാണോ ഇത്, നല്ല രസമുണ്ടല്ലേ. എന്ത് പൂവാന്നൊന്നും അറിയത്തില്ല, മണമൊന്നും ഇല്ലാത്ത പൂവാണ്. താഴെ ഏതാണ്ട് വേറൊരു കാട്ടുപൂ. ഇങ്ങനെ കുറേ കാട്ടുപൂക്കളുണ്ട് ഇവിടെ. ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. ഇത് പാർക്കിംഗ് ആണ്. ഇത് പാർക്കിംഗ് അല്ലേ? ഉണ്ടോ? നോക്കാം, പോയി നോക്കാം എന്ത് സംഭവം എന്നുള്ളത്. ഇതെന്ത് ടൊമാറ്റോ ഫാമോ? ടൊമാറ്റോ ഫാമോ? ഒരു പ്രൈവറ്റ് ഫാം. ഒരു പ്രൈവറ്റ് ഫാം. ഓ അത് ശരി. ഫുഡ് കഴിക്കാൻ കാണുന്ന സ്ഥലം. ഓ അങ്ങനെ ഫുൾ ടൊമാറ്റോ പരിപാടികളുടെ എന്തൊരു സ്ഥലമാണ്. നമുക്ക് കയറി നോക്കാം. അപ്പോൾ ഇങ്ങനെ വുഡ്സിൻ്റെ ഇടയ്ക്ക് കൂടെ ഐ തിങ്ക് നമുക്ക് ഇത് പാർക്കിംഗ് ഉണ്ടോ അവിടെ?
നമ്മളിപ്പോൾ ഫ്രിഡൈമർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ മറ്റേ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് ആണ്. നമുക്ക് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വണ്ടിയൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം. ഇലക്ട്രിക് വണ്ടികളൊക്കെ എല്ലാ സ്ഥലത്തും ആയ പോലെ തന്നെ ഇവിടെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയായി, ഇവിടെ കൂടുതലല്ല, പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, പല ഗവൺമെൻറ്റും അതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പെട്രോളും ഡീസലും അടിക്കുമ്പോഴത്തേക്കിനും ഗവൺമെൻറ്റിന് നല്ലൊരു തുക ടാക്സായിട്ട് കിട്ടുന്നില്ലേ. അപ്പോൾ ഈ ഇലക്ട്രിക് കാറുകളാകുമ്പോഴത്തേക്കിനും ഗവൺമെൻറ്റിന് പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നുള്ള വരുമാനം കുറയുന്നു, ടാക്സ് കുറയുന്നു. അപ്പോൾ അങ്ങനെ ടാക്സ് കുറയുന്നത് കൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിലോമീറ്റർ വെച്ചിട്ട് നിങ്ങൾ ഇലക്ട്രിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം 1000-2000 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ ആ 2000 കിലോമീറ്റർ ഓടിക്കുന്നതിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ ഒരു ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കണം. അത് ഡെയിലി നിങ്ങൾ ആ ഒരു ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സുതാര്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഗവൺമെൻറ് മോണിറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ പലതും പല രാജ്യങ്ങളിലും വരുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് എന്നാണോ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് എനിക്കറിയത്തില്ല. സൺഫ്ലവറൊക്കെ കാണാം ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രിക് വണ്ടികൾക്കൊരു ടാക്സ് എന്നുള്ള രീതിയിൽ ഇവിടെ ഈ രാജ്യത്ത് വന്നു എന്നറിയാൻ സാധിച്ചു. അത് ഭയങ്കര സ്ട്രേഞ്ചാണ്. അത് ഫുള്ളി ഇലക്ട്രിക് വണ്ടികൾക്ക് മാത്രമല്ല, പ്ലഗ് ഇൻ ഹൈബ്രിഡ് വണ്ടികൾക്കും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെന്ന്. എന്തൊക്കെ പരിപാടിയല്ലേ. സൺഫ്ലവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്ത് വലിയ സൺഫ്ലവറാന്ന് നോക്കും. അതിലൊക്കെ വണ്ടികളൊക്കെ ഉണ്ട്. ഫ്രൈഡമർ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു സ്ഥലമാണ്, ഒരു ഫാമാണ്, വിസിറ്റർ സെൻ്ററാണ്. ഇതൊക്കെ കൃഷിയാണ്. അതായത് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഇവരിവിടെ കാണിച്ചു തരുന്നത്. ഇത് ഗ്രീൻ ഹൗസ് കൃഷികളാണ്. ഇത് സംഭവം എന്താണെന്നറിയോ, ഇത് ഒരു റെസ്റ്റോറൻറ്റും പിന്നെ ഗ്രീൻ ഹൗസ് സെറ്റപ്പ്. ഇതിനകത്ത് നല്ല ചൂട്, അതായത് ഈ ലൈറ്റും ഹീറ്ററൊക്കെ വെച്ച് ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി. എന്തോ അടിപൊളി കുട്ടപ്പിയായിട്ടാണ് ഈ ടൊമാറ്റോ നിൽക്കുന്നത്. നോക്കി, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൊമാറ്റോകളുണ്ട്. ചെറുതും വലുതും മുതൽ ചെറിയ ടൊമാറ്റോ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ടൊമാറ്റോകളില്ലേ, അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൊമാറ്റോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ബ്രെഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കയറി കാണുന്നതിന് പൈസയൊന്നുമില്ല. പിന്നെ ഇവിടെ ബാറുണ്ട്, അതിൽ നിന്ന് ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണം അത് വാങ്ങിച്ച് കഴിക്കുക. അത് ഹോട്ട് ഡ്രിങ്ക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും അങ്ങനെ പല പരിപാടികളുണ്ട്. ഇതൊക്കെ ഈ ഹീറ്റിംഗ് സിസ്റ്റവും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. ശരിക്കും ഇങ്ങനെയൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഈ രാജ്യത്ത് ഇവർ ഓൾ വെതറിൽ കൃഷി ചെയ്യുകയാണ്. നോക്കി, ഇപ്പോൾ ഇത് ഈ വിൻ്റർ ആകുമ്പോഴത്തേക്കിനും 365 ഡേയ്സ് ഇവിടെ കൃഷി ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പരിപാടി എന്ന് പറയുന്നത്. ഫുൾ കുഞ്ഞി അത് പ്രൈവറ്റ് ഗ്രീൻ ഹൗസ് വിസിറ്റ്. അവിടെ വേറെ സംഭവങ്ങൾ. ഇത് ഞാൻ ആദ്യമായിട്ടോ ഒരു ഗ്രീൻ ഹൗസിനകത്ത് കയറി കാണുന്നത്. ഇത് കണ്ടില്ലേ, എങ്ങനെയൊക്കെയാണ് നട്ടു വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ, എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇത് നട്ടിരിക്കുന്നതെന്ന് നോക്കി. ഇത് കണ്ടോ, ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നട്ടു വെച്ചിരിക്കുന്നത്. ഇതിന് ഈ കാണുന്ന ബാഗ് കണ്ടോ, ഈ ബാഗിൽ മണ്ണ് പോലും ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അതിനകത്താണ് ഈ ഒരു ടൊമാറ്റോയുടെ ചെടി ഇങ്ങനെ പന്തലിച്ച് പോകുന്നത്. പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ആയതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അത് മറ്റേ ഇതല്ലേ, ബ്രൊക്കോളി, ലെറ്റ്യൂസ് പൈപ്പിനകത്ത് കൃഷി. ഇത് സൺഫ്ലവർ. അങ്ങനെ പൂക്കളൊക്കെയാണ് അതിനകത്ത് നിൽക്കുന്നത്. പൂക്കളും പച്ചക്കറികളും ഒക്കെ, ഫ്രൂട്ട്സൊക്കെ ഓൾ വെതറിൽ ഉണ്ടാക്കുകയാണ് ഇവരിവിടെ. നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ, ഇഫ് എനിബഡി വാണ്ട്സ് ടു കം, യു ക്യാൻ ട്രൈ ദിസ് പ്ലേസ്. ദിസ് ഈസ് വെരി ഗുഡ് പ്ലേസ് വിത്ത് എ നൈസ് ആംബിയൻസ്. ഇവിടെ കാണുന്ന ഒരു ക്യാമ്പ് സൈറ്റാണ്. ഇന്ന് രാത്രി ഞാനിവിടെ ഏതെങ്കിലും ഒരു ക്യാമ്പ് സൈറ്റിലായിരിക്കും താമസിക്കുന്നത്. ഇതുപോലെ കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യാം, വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യാം. എന്നിട്ട് ടെൻ്റ് അടിക്കണമെങ്കിൽ ടെൻ്റ് അടിക്കാം, വണ്ടിയിൽ കിടന്നുറങ്ങാം. അങ്ങനെയുള്ള പല പരിപാടികൾ ചെയ്യാൻ പറ്റുന്ന ക്യാമ്പ് സൈറ്റാണ് ഈ കാണുന്നത്. കണ്ടോ, ആൾക്കാർ പലതരത്തിൽ വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു, ക്യാമ്പർ വാൻ. ഇത് മറ്റേ ഇത് ക്യാരവൻ വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടി. അങ്ങനെയുള്ള പല സംഭവങ്ങൾ കാണാം. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് യു ക്യാൻ സ്റ്റേ ദെയർ. നമ്മളിപ്പോൾ ഗെയ്സർ എന്ന് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോളൊക്കെ ഉള്ളൊരു പ്രദേശത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇങ്ങനെ നേരത്തെ കുറേ നേരമായി അല്ലേ വന്നിട്ട്.
അവന് മടുത്തം തോന്നുന്നു. ഞാൻ അവിടെ ഇവിടെ എല്ലാം വണ്ടി നിർത്തി വന്നപ്പോഴത്തേക്കിനും പുള്ളിക്കാരന് മടുത്തം തോന്നുന്നു. സോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇത് കണ്ട് ഒരു കപ്പിൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരു ലോഡ് ലഗേജൊക്കെ ആയിട്ട് ബൈക്കിൽ വരുന്നത്. ഇവർ എങ്ങനെയൊക്കെ തരത്തിൽ സൈക്കിളിൽ പോകുന്ന ആൾക്കാരെ കണ്ടു, പിന്നെ ട്രിപ്പ് ഗ്രൂപ്പ് ടൂറായിട്ട് ബസ്സിലൊക്കെ വരുന്ന ആൾക്കാരെ കണ്ടു. അങ്ങനെ പലതരത്തിൽ വരുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു വിസിറ്റർ സെൻ്ററാണ്. നമ്മുടെ ആ ഒരു വാട്ടർഫോളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള വിസിറ്റർ സെൻ്റർ. ഈ ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ രാജ്യം മൊത്തം അവിടെ ഇവിടെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ പുകയുന്ന ഒരു രാജ്യമാണ് ഐസ്ലാൻഡ്. ഇതോടത്തെ ഒരു പെട്രോൾ ഡീസലൊക്കെ അടിക്കുന്ന ഒരു പമ്പാണ്. ബെൻസീൻ എന്നാണ് ഇവർ പെട്രോൾ എന്ന് പറയുന്നത്. ഡീസല് നമ്മൾ സെൽഫാണ്, നമ്മൾ തന്നെ വന്ന് അടയ്ക്കണം. പിന്നെ നമ്മളിപ്പോൾ കൊണ്ട് വണ്ടി ഇട്ട പാർക്കിംഗ് ഇല്ലേ, ആ പാർക്കിങ്ങിൽ പേയ്മെൻ്റ് ഉണ്ട്. ആരും പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനുണ്ടാവില്ല. ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ആപ്പ് വഴിയൊക്കെ പേയ്മെൻറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും. ഇതൊരു ഗംഭീര സ്ഥലം കേട്ടോ. ഈ 66 നോർത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു വലിയ ബ്രാൻഡാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് 66 നോർത്ത് എന്നും പറഞ്ഞുകൊണ്ട്. കുറേ പ്രോഡക്റ്റ്സ് ഞാൻ അവരുടെ എയർപോർട്ടിലും പല സ്ഥലങ്ങളിലും കണ്ടായിരുന്നു. ഇതെന്തോന്നുണ്ട്, ഇത് ട്രക്കാ? എൻ്റെ പൊന്നു, ഇതിന് എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. നോക്കി പുറകിൽ ഗീസർ റെസ്റ്റോറൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട്. അതായത് ഈ വണ്ടിക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് നോക്കി, എന്താ എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. ഈ ടയറിന് തന്നെ വലിപ്പമോ? ഇത് എന്ത് വണ്ടി? F350യോ? റോഡിൻ്റെ ഇങ്ങനെയൊക്കെ വരുമോ വണ്ടി? ഇതൊക്കെ ഇവിടെ റെൻറ്റിന് കിട്ടുന്ന വണ്ടിയായിരിക്കും. ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇവിടെ റെൻറ്റിന് കിട്ടും. ഇതുപോലുള്ള പല സംഭവങ്ങളും കിട്ടും. എന്തോന്നടേ ഇത്? എൻ്റെ ദൈവമേ, എക്സ്കേർഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓഫ് റോഡും ക്യാമ്പിങ്ങും അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇതുപോലുള്ള വണ്ടികളാണെന്ന് തോന്നുന്നു. പിന്നെ നല്ല കിടിലൻ മെഴ്സിഡസ് ബെൻസിൻ്റെ ക്യാമ്പർ വാനുകളും പിന്നെ സാധാരണ വാനുകളും പിന്നെ അങ്ങനെയുള്ള ഇഷ്ടംപോലെ വണ്ടികൾ. ഇത് ഭയങ്കര സംഭവം കേട്ടോ. അപ്പോൾ വെൽക്കം ടു ഗെയ്സർ. ഇവിടെ ഡ്രോൺസ് ആർ ഫോർബിഡൻ ആണ്. അതായത് ഡ്രോൺ പറത്താൻ പാടില്ല ഇവിടെ. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ഡ്രോൺ പറത്തി കഴിഞ്ഞാൽ ഇവിടെ ആക്സിഡൻറ്റ് നടക്കും. കാരണം അതുപോലെ ആൾക്കാർ വന്ന് എല്ലാവരും കൂടെ വന്ന് ഡ്രോൺ പറത്തത്തില്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ പറത്തരുത് എന്നുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ടാകുക. ഇവിടെ ഭൂമിക്കടി മൊത്തം ഇതുപോലെയുള്ള സംഭവങ്ങളാണ്. ഹോട്ട് സ്പ്രിങ് വാട്ടറാണ് ശരിക്കും ഒഴുകി വരുന്നത്. ഇതിങ്ങനെ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ ചൂടുവെള്ളം ഒഴുകി വരുന്നു. പിന്നെ ഇവിടെ നല്ല ഇങ്ങനെ ആ ഒരു ആവി ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോകുന്നു. പക്ഷേ ഇവിടെ തണുപ്പാണ്, ഇവിടെ ചൂടില്ല. അത് മാത്രമില്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ മൊത്തം തണുപ്പാണ്. ഇവിടെ പുറത്താണെങ്കിൽ ഭൂമിക്ക് അടിയിലാണെങ്കിൽ മൊത്തം ചൂടുവെള്ളം. മറ്റേ കെമിസ്ട്രി ലാബിൽ പോകുമ്പോൾ കിട്ടുന്ന സെയിം മണം അത് കിട്ടും ഇവിടെ വരുമ്പോഴത്തേക്കിനും. പിന്നെ ഇങ്ങനെ ട്രെയിലാണ്, നടക്കാം. ചൂടുവെള്ളത്തിൽ മുട്ട ഒഴുങ്ങിയെടുക്കാറുണ്ട്. ശരിയാ. എന്തോരോ ആൾക്കാരാന്ന് നോക്കി, എന്ത് ക്രൗഡാന്ന് നോക്കി. ഈ ക്രൗഡൊന്നും റോഡിൽ കാണുന്നില്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴേ നമുക്ക് ഈ ക്രൗഡൊക്കെ കാണുള്ളൂ. റോഡൊക്കെ വളരെ വിജനമാണ്, എംറ്റി ആണ്. ഇവിടെ നമുക്ക് ലിറ്റിൽ ഗെയ്സർ എന്ന് പറയുന്ന സാധനം കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നിങ്ങൾ? അതേപോലെ അതിനകത്ത് വെള്ളം തിളച്ച് പൊങ്ങുന്ന കണ്ടോ? നോക്കിയേ, വെള്ളം തിളയ്ക്കുന്ന കണ്ടോ? ഇതിപ്പോൾ ചെറുതല്ലേ, ഇതിങ്ങനെ വലുതായി വരും. ഇതിങ്ങനെ തിളച്ച് കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ വലുതായി വന്ന് അങ്ങനെ ഒരു വലിയ ഗെയ്സർ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ? ഇങ്ങനെ അപ്പുറത്തും എല്ലാ ചുറ്റിനും ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതെന്താ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് തിളച്ച് പൊങ്ങിച്ചാടും. അത് പൊങ്ങിച്ചാടുമെന്ന്, അതായത് വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങിച്ചാടും. അത് കാണാൻ വേണ്ടിയാണ് ഈ ആൾക്കാരെല്ലാവരും ഇവിടെ ക്യാമറയെ ഓണാക്കി പിടിച്ച് നിൽക്കുന്നത്. ഏത് സമയത്തും അത് പൊങ്ങിച്ചാടുമെന്നാണ് പറയുന്നത്. നോക്കാം. തേങ്ങ ഉടക്കട എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ എല്ലാവരും ക്യാമറ പിടിച്ചു നിൽക്കുന്നത്. നോക്കിയേ, എല്ലാവരും ക്യാമറ ഓണാണ്. ഏത് സമയത്തും അത് പൊങ്ങുമ്പോഴത്തേക്കും റെക്കോർഡ് ബട്ടൺ ഞെക്കാൻ വേണ്ടി. എൻ്റെ പൊന്നേ, അത് പൊളിച്ചു. ശ്വാസം എന്തോന്നടേ ഇത്? വീണ്ടും പൊങ്ങി. അത് ഗംഭീരമാണ്. ഈ ബോംബ് കിട്ടുന്ന പോലെയാണ് ഈ സാധനം ഇങ്ങനെ തിളച്ച് പോകുന്നത്. എനിക്ക് ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടക്കുമ്പോഴത്തേക്കിനും അതിനിടയ്ക്ക് ഓരോ പരിപാടികൾ നടക്കത്തില്ല, അതേപോലെ അവിടെ ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക കണ്ടോ? തിളച്ച് ഇങ്ങനെ അതിങ്ങനെ പൊങ്ങും. ആണോ? ഇത്രയും ആൾക്കാരുള്ളത് എല്ലാവരും പല വഴിക്ക് പോയി. ഈ പാല് തിളച്ച് പൊങ്ങുന്ന പോലെ. പക്ഷെ അത് പാലിങ്ങനെ പതയായിട്ട് ഇങ്ങനെ ഇതാ വരുന്നത്. പക്ഷെ ഇത് ബും പറഞ്ഞുകൊണ്ട് ഈ വോൾക്കാനിക് ഇങ്ങനെ ശരിക്കും വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നത് അല്ലേ? വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്ന പോലെ തന്നെയുള്ള ഒരു സംഭവം. ഞാൻ ആലോചിക്കുമായിരുന്നേ, എവിടെ ചുമ്മാ വെറുതെ കാട് പിടിച്ച് നടന്നാൽ അതിനൊരു ഭംഗിയാണ്. അതാണ്, ഇതെല്ലാം കാടാണ്. ആ കാടിന് തന്നെ എന്തോ ഭംഗിയാന്ന് എനിക്ക്. ചൈനക്കാർ കുറെ വരുന്നുണ്ട് കേട്ടോ. ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻസ്,
അങ്ങനെ എന്തോരം ആൾക്കാരാണ് വരുന്നത്. ഇവിടെ വേറൊരെണ്ണം ഉണ്ട്. ഇതിങ്ങനെ തിളച്ചിങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ കുറേ വർഷം കഴിയുമ്പോഴത്തേക്കിനും ഇതൊക്കെ ഇങ്ങനെ വലുതായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ ആയി മാറും. ഇതെന്തോന്നിത്? പുകഞ്ഞു മറയുന്ന രാജ്യം ഗൈസ്, നോക്കി. നമ്മൾ ഈ കാട്ടുതീ എന്നൊക്കെ പറയുന്നതല്ലേ, ഇവിടെ മൊത്തം തീയാണ് ഗൈസ്. ഈ രാജ്യം മൊത്തം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പുകഞ്ഞ് നാറുന്ന രാജ്യം, അതാണ് ഗൈസ് ഇത്. ഇവിടെ എവിടെ നോക്കിയാലും പുകയാ, ഫുള്ള് പുക. ഡു നോട്ട് ത്രോ കോയിൻസ് ഇൻ ടു സ്പ്രിങ്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പൈസ ആരും അറിയരുതെന്നും പറഞ്ഞ്. അവിടെയും പുക. അങ്ങ് ദൂരെ ആ മലയുടെ മേളിലൊക്കെ ആൾക്കാർ പോയി നിൽപ്പുണ്ട്. ഇത് ഇവിടെ എല്ലാം ഈ ട്രക്കിംഗ് പാത്തുകളല്ലേ, എവിടൊക്കെയാണ് ആൾക്കാർ പോയി നിൽക്കുന്നത്? ഈ പുക കാണാൻ വേണ്ടി പോകുന്ന എല്ലാവരും. ഇവിടെ എല്ലാം പുകഞ്ഞ് എൻ്റെ ദൈവമേ. ഇതിൽ നിന്ന് വെള്ളം തിളച്ച് മറിഞ്ഞ് ആ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കണ്ടോ. ഇവിടെ വേറെ ഒരു വലിയൊരു സംഭവമുണ്ട്, പക്ഷെ ഇവിടെ അത്ര തിളപ്പില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഗ്യാസ് ആരോ ചെറുതാക്കി വെച്ചിരിക്കുക. അവിടെ കാര്യമായിട്ട് തിളപ്പില്ല. അവിടെ വീണ്ടും പൊങ്ങി ഗൈസ്. ഇത് ദൂരെ നിന്ന് കാണാൻ നല്ല രസമാണല്ലോ ഈ പൊങ്ങുന്നത്. ദൂരെന്നാണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ പൊങ്ങിത്തെറിച്ച സാധനം, അത് അവിടെയായിരുന്നു. ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ഇത് ആവിയാണ്, പക്ഷെ ഇവിടെയാണ്, ഇതിനകത്താണ് വെള്ളം ഇങ്ങനെ പൊങ്ങിത്തെറിക്കുന്നത്. ഓരോ 5 മിനിറ്റിലും അത് ഡിപ്പെൻഡ്സ് ഓൺ പല ഫാക്ടേഴ്സ് ആയിരിക്കും. എന്നാലും ഒരു 5 മിനിറ്റൊക്കെ കാത്ത് അവിടെ ക്യാമറ ഓണാക്കി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ ഇത് 2-3 തവണ പൊട്ടിത്തെറിച്ചു. എല്ലാവരും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണാൻ വേണ്ടി ക്യാമറ ഓൺ ചെയ്ത് പിടിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ആ ഒരു എക്സ്പ്ലോഷൻ ആണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അധികം സ്ഥലങ്ങളിൽ കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഫോർഡിൻ്റെ വണ്ടികളൊക്കെ നോക്കി, എന്തോ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ ഒരു വലിയൊരു വാനാണ്. ഇതൊക്കെ ചിലപ്പോൾ 4 വീൽ ഡ്രൈവ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുന്നുമലയൊക്കെ കയറി പോകാൻ പറ്റുന്ന വണ്ടിയായിരിക്കും. എന്ത് വലിപ്പമാണെന്നറിയോ, എന്ത് വലിയ ടയറാണെന്നറിയോ. വജ്ജാതി വണ്ടി കേട്ടോ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി 1000 അല്ലേ 1000 ഇവിടെ തരും. അതായത് 700 രൂപ പാർക്കിംഗ് ഫീ. പക്ഷേ മറ്റേത് ഫ്രീ ആണ് അല്ലേ, എൻട്രൻസ് ഫീ ഒന്നുമില്ല. ഇത് കാശ് കൊടുത്ത് വാങ്ങണ്ടല്ലേ, നമുക്ക് ഇന്നലെ എടുക്കാമായിരുന്നു അല്ലേ. എന്നിട്ട് ഷേപ്പ് ആക്കി വെച്ചാൽ മതി. ഇത് 2000 രൂപയാണ് ഇതിന്. വോൾക്കാനോടെ ലാവ, ഐസ്ലാൻഡിക് ലാവ വരെ ഇവിടുത്തെ സുവനീറാണ്. ഞാനൊരു വോൾക്കാനോ ഇറപ്ഷൻ്റെ ഒരു സുവനീർ വാങ്ങിച്ച്. ഇതൊരു വലിയൊരു സുവനീർ ഷോപ്പുണ്ട് ഇതിൻ്റെ പുറകിൽ. ഭയങ്കര കളക്ഷൻസ് ആയിരുന്നു. ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് ബാലൻസ് താഴ്ന്ന അറിയത്തില്ല അല്ലേ. ഒരു സാൽമൺ സലാഡ് വാങ്ങിച്ച് ഇതിന് 3000 ക്രോണ എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 2000 രൂപയായി അല്ലേ. ഇത് ഒരു ബർഗർ വാങ്ങിച്ചത് അതിനും 3500 3300, അതും ഏകദേശം 2000 രൂപയായി. ഇതിന് എത്ര ആണെന്നറിയോ? ഇത് ഒരെണ്ണത്തിന് മിനിമം ഒരു 500 ക്രോണ ഉണ്ടാവും അല്ലേ. എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 350-400 രൂപ വരും. അത്ര എക്സ്പെൻസീവ് ആണ് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. ഫുഡ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുന്നതാണ് ലാഭം. റെസ്റ്റോറൻറ്റുകൾ ഈസ് വെരി എക്സ്പെൻസീവ്. യൂറോപ്പ് മൊത്തത്തിൽ എക്സ്പെൻസീവ് ആണ്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വില കൂടുതൽ. സ്വിറ്റ്സർലാൻഡ് പോലെ ഒരേപോലെ എക്സ്പെൻസീവ് ആണ് ഇത്. ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല കട്ടിയായിരിക്കും. അപ്പൊ എന്റെ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഞാൻ ഇവരുടെ വണ്ടിയിൽ കയറി. നമ്മളിപ്പോ ആ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്തായിരുന്നു? ഈ പേരുകളൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോ ഗുൾഫോസ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മുന്നോട്ട് പോകണം. 2 വണ്ടിയും കൂടെ പോയിട്ട് വെറുതെ ഇനി അവിടെയും കൂടെ 2 വണ്ടിക്കും പാർക്കിംഗ് ഫീ കൊടുക്കണ്ടല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവർ 1000 രൂപ പാർക്കിംഗ് ഫീ വാങ്ങിച്ചെന്നുണ്ടെങ്കിലും എൻട്രൻസ് ഫീ ഒന്നും ഇല്ലല്ലോ അല്ലേ. അതുകൊണ്ടത് കുഴപ്പമില്ല. അങ്ങനെ 2 ടാലിയാക്കാം. അങ്ങനെ ഇതിങ്ങനെ റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കണം. ഈ ഭാഗമൊക്കെ ഭയങ്കര പച്ചപ്പാണല്ലോ. എനിക്ക് തോന്നുന്നു കടൽ തീരം വിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പച്ചപ്പാണോ? അങ്ങനെയാണെന്ന്. ഈ ഏരിയ വിത്ത് പച്ചപ്പ് കൂടുതലാണ്. അവിടെയൊക്കെ വീടൊക്കെ കണ്ടോ, ചെറിയ ചെറിയ വീടുകളൊക്കെ. ഓരോ ആളുകളുടെ ഈ സമ്മർ വീടുകളും പിന്നെ മറ്റു സംഭവങ്ങളൊക്കെയാണ്. അത് കൊള്ളാലോ, അടിപൊളി. വെള്ളത്തിനും പല സ്ഥലത്തും പല കളറാണ്. ദൈവമേ, ഇതൊക്കെ എന്തോരം വലിയ പാർക്കിംഗ് ഗ്രൗണ്ടാ. എല്ലാം ഒരു 80% റെന്റ് കാറുകളായിരിക്കും അല്ലേ. കാരണം അതല്ലാതെ എങ്ങനെ അല്ല. പിന്നെ ഇതുപോലുള്ള ബസ്സിൽ കയറിയിട്ട് ട്രിപ്പ് പോകണം. പാക്കേജ് ടൂറുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഗുൾഫോസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത അതെന്താ ഈ വണ്ടി കണ്ടോ, ഓഫ് റോഡ് പോകുന്ന ബസ്. അതായത് ഇവിടെ ഗ്ലേഷ്യർ ഉണ്ട് അപ്പുറത്ത്, ഒരു മല ഭാഗത്ത് അവിടെ ഇവിടെ ഗ്ലേഷ്യർ ഉണ്ട്. ആ ഗ്ലേഷ്യറിലേക്ക് പാക്കേജായിട്ട് ഇതുപോലെയുള്ള ബസ്സിലാണ് ഇവർ ട്രിപ്പ് കൊണ്ടുപോകുന്നത്. എൻ്റെ ദൈവം, ഇത് എന്തോന്നടേ ഇത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വണ്ടി കാണുന്നത് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ പൊന്നോ, നമ്മൾ പല ട്രക്കും പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, പക്ഷേ
ഇത് ഒരു ഒന്നൊന്നര വണ്ടി, മൗണ്ടനിയേഴ്സ് അഡ്വഞ്ചർ ടൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെയൊക്കെ ടയർ നോക്കിയേ. അതിൻ്റെ ഷാസിയൊക്കെ സെറ്റാക്കി. ഓ പൊളി ബോഡി നല്ല ഹൈറ്റിൽ അങ്ങ് കയറ്റി പണിതിരിക്കുകയാണ്. എത്ര ടയറാ? ബാക്കിൽ 4, ഇങ്ങോട്ട് 4, 5, 6, 7, 8 ടയർ. ഇത് ട്രക്കാണോ ബസ്സാണോ എന്താ സംഭവം തരുന്നില്ല. ഇത് മാൻ്റെ ട്രക്കാണ്. ആ ട്രക്ക് അവര് ബസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ഗംഭീര സെറ്റപ്പാണോ അത്. ഞാൻ ആദ്യമാണ് ഇത്തരത്തിലുള്ളൊരു വണ്ടി കാണുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വണ്ടി. ഇതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോവാം. ഞാൻ എന്തായാലും തൽക്കാലം ഇതിലൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ക്യാമ്പർ വരെകളാണ്. ഏതൊക്കെ ക്യാമ്പർ വാൻ വണ്ടികളുണ്ടോ ആവും. നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്താൽ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ക്യാമ്പർ വാൻ എടുക്കാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കാശ് കയ്യിൽ നോക്കി. ഹെലികോപ്റ്ററൊക്കെ വരുന്നല്ലോ. ഹെലികോപ്റ്റർ ടൂറും ഉണ്ടോ? ഉണ്ടാവും. എന്തൊക്കെ പരിപാടികളാണ് വരുന്നത് നോക്കി. ഇപ്പോൾ സൈക്കിളിൽ ഐസ്ലാൻഡിൽ കാണാൻ വന്ന ആൾക്കാരുടെ വണ്ടി. അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റും ഗ്ലേഷ്യേഴ്സ്. ഇങ്ങനെ മലയുടെ മേളിൽ ഇങ്ങനെ ഐസ് കട്ടയായി കിടക്കുന്നത്. ആ ഗ്ലേഷ്യർസ് കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഏതൊരു ടൂറാണത്. ഇവരെനിക്ക് തോന്നുന്നു ഇത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും ഹെലികോപ്റ്റർ ടൂർ. ഈ ഒരു ഇവിടുത്തെ വെള്ളച്ചാട്ടം. ഇവിടെയും നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റില്ല. പക്ഷെ ഞാനിതിൻ്റെ സ്റ്റോക്ക് വീഡിയോസ് ചിലപ്പോൾ കിട്ടും. അങ്ങനെയായിട്ട് കാണിച്ചു തരാം. ചിലപ്പോൾ ഈ ഹെലികോപ്റ്ററൊക്കെ പറക്കുന്നതുകൊണ്ടായിരിക്കും ഇവിടെ ഈ ഡ്രോണൊക്കെ പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോഹിബിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ വർദ്ധിക്കാൻ നിൽക്കണ്ടല്ലോ. അതിപ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എന്താണെങ്കിലും. ഇത് ഗംഭീര സംഭവം കേട്ടോ. അതായത് നമ്മളങ്ങ് ദൂരെ അവിടെ കണ്ടില്ലേ, ആ കാണുന്ന ഐസ് ഗ്ലേഷ്യേഴ്സ് കണ്ടോ? ഐസ് ഗ്ലേഷ്യേഴ്സ് ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. അതിന് താഴേക്ക് ആൾക്കാര്. എൻ്റെ പൊന്നോ, ഇത് തകർത്തു. ഇതൊരു രക്ഷയില്ല. ഇത് ഡ്രോൺ മിസ്സാണ് കേട്ടാ. ഇത് ഡ്രോൺ വെച്ചെടുത്താൽ ഇത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് ഇതിൻ്റെ അടിയിലോട്ടൊക്കെ പോവാ. അത് എവിടെ പോകുന്നത് പോലും കാണുന്നില്ല. കണ്ടോ? അതായത് ഇത് എങ്ങോട്ടായി പോകുന്നത്? ഇത് ഭൂമി 2ആയി പിളർന്ന് അതിനിടയ്ക്കൂടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകുന്നത് പോലെയാണ്. ഇവിടെയാണ് ഫുൾ പച്ചപ്പും. ഈ താഴെക്കൂടെ ഇറങ്ങി നടന്ന് അങ്ങ് ദൂരെ അവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വരെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അതൊക്കെ വെള്ളം വീണ് തെറിക്കൽ കണ്ടില്ലേ? ഇത് ഈ കാണുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ നടന്ന് ഇറങ്ങി വന്ന് ഇത് എങ്ങോട്ടാണ് ഈ വെള്ളം പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നോക്കി, അവിടെ നിന്ന് വന്ന് ഭൂമിക്കടിയിലേക്ക് പോകുന്ന പോലെ. ശരിക്കും ആ സൈഡിൽ കൂടെ എന്തോ ഒഴി പോകുന്നുണ്ട് ഇത്. പക്ഷെ അത് മനസ്സിലാവുന്നില്ല. നോക്കി, ഇതൊരു ഭയങ്കര ക്രിയേറ്റിവിറ്റി. ഇതിവിടെ വന്ന് വെള്ളം ഭൂമിക്കടിയിലോട്ട് പോകുന്ന പോലത്തെ ഒരു ഫീലാണിത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയാണേ. എത്ര 10,000 ആൾക്കാരാണ് ഒരു ദിവസം കൂടെ വരുന്നത്. അവിടെ എന്തെങ്കിലും ഒരു വേസ്റ്റോ ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ കിടപ്പുണ്ടോ? എനിക്ക് താഴെയോ അപ്പുറത്തോ ഇവിടെ ഒന്നുമില്ലല്ലോ. ഇതൊന്നും ആരും ക്ലീൻ ചെയ്യുന്നില്ല, ആരും ഒന്നും ഇടാത്ത. ഇവിടെ താഴെ കിടക്കുന്ന വണ്ടിയുണ്ടോ? അത് ഈ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടി അവരുടെ വണ്ടികൾ ഇവിടെ താഴെ വരെ കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഇവിടെ ഈ വെള്ളം ഇറങ്ങിയിട്ട് ഇത് എങ്ങോട്ടാണ് ഒഴുകി പോകുന്നതെന്ന് കാണണമെങ്കിൽ ഇത് താഴെ ഇറങ്ങി വന്നാൽ മാത്രമേ പറ്റുള്ളൂ. മേളിൽ നോക്കിക്കഴിഞ്ഞാൽ പറ്റുകയല്ല നമുക്ക്. ലെറ്റ്സ് ഗോ ആൻഡ് സീ. താഴെ വരെ ഇറങ്ങി വന്നു. ഇതിന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാൻ പറ്റുമോ? ആ കോപ്പ് അത് കാണുന്നില്ല. എന്നാൽ ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് എങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ? ഗൈസ്, ഇവിടെ ഡ്രോൺ മിസ്സിംഗ് ആണ് ഗൈസ്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റോക്ക് വീഡിയോസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നെറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആരെങ്കിലുമൊക്കെ എടുത്തുണ്ടാവും. ആണെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു യഥാർത്ഥ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുകയില്ല. ഇതിനിപ്പോൾ അങ്ങോട്ടൊരു ട്രെയിലാണ്. ഈ ട്രെയിൽ ഇങ്ങനെ നടന്ന് അങ്ങനെ അറ്റം വരെ അവിടെ വരെ പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് എങ്ങനെയാണ് വീഴുന്നതെന്നുള്ളത്. പോലെ വരുന്നില്ല? ഞാൻ പോവും. എന്തായാലും ഇവിടെയൊക്കെ വന്നു, ഇത്രയും പൈസ മുടക്കി വന്നു. ഇനിയിപ്പോൾ അങ്ങേ അറ്റം വരെ പോയില്ല എന്നുള്ള ഒരു വിഷമം വേണ്ടല്ലോ. കാരണം ഇതൊക്കെ ഇനി ജീവിതത്തിൽ വേറെ എപ്പോഴെങ്കിലും വരുമോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഞാനും അശ്വിനും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അശ്വിൻ ഉണ്ടല്ലോ അല്ലേ? ഞാൻ അശ്വിനും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ നോക്കിയാലും കാടിന് പോലും ഭംഗി ഞാൻ പറയുന്നത്. ഇത് കാടാണ്. ആ പുലിന് പോലും എന്നാ ഭംഗിയാണെന്ന് കാട് കണ്ട്. ഇതിനൊരു ഭംഗി, ആ പൂവിനൊരു ഭംഗി, പല കളർ മൾട്ടി കളർ പൂവ്. നമ്മളവിടെ ഉണ്ട് കുറേ അഡ്മിനിസ്ട്രേഷൻ, തൊട്ടാവാടി, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. എന്തായാലും താഴേക്ക് വന്നപ്പോഴത്തേക്കിനും ഇവിടെ നോക്ക്, ഇവിടെ ഫുൾ എപ്പോഴും വെറ്റായിരിക്കും. ഇങ്ങനെ വെള്ളം വീണ് ഇങ്ങനെ വെറ്റായിരിക്കും. ഇവിടെ ഒരു 2 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ
നമ്മൾ ഫുള്ളിങ്ങനെ ഡ്രസ്ലിംഗ് ആവും, നനഞ്ഞ് ആ ഒരു രീതിയിൽ സെറ്റാവും. അടിപൊളിയാട്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ഞാൻ കണ്ടിട്ടില്ല ഈ വെള്ളം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. അത് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. കാണാൻ പറ്റും തോന്നുന്നില്ല. കൊച്ചു കുഞ്ഞാവിനെ കൊണ്ട് വന്നേക്ക് നോക്കിയാൽ നടക്കാൻ പോലും വയ്യവോ. അങ്ങനെ ഫൈനലി ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ വെള്ളം വന്ന് വീണ് ഭൂമി രണ്ടായി പിളർന്ന് ഇതിലൂടെ അങ്ങോട്ട് ചെറിയൊരു സ്ഥലത്തൂടെ അങ്ങോട്ട് പോവാം. അത് കാണത്തില്ല, കാരണം വെള്ളം വന്ന് തെറിച്ചിങ്ങനെ പോകുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ ഫുള്ളെല്ലാം ഇങ്ങനെ പറഞ്ഞ പോലെ വെള്ളം വന്നിട്ട് ആ ഒരു ഡ്രസ്ലിംഗ് ആണ് ഇങ്ങനെ കംപ്ലീറ്റ്. അന്തരീക്ഷത്തിൽ മൊത്തം വെള്ളമാണ്. അതങ്ങനെ നിൽക്കുന്നുണ്ട്, നമുക്കത് മനസ്സിലാകത്തില്ല. മഴയാണോ വെള്ളം വീഴുന്നതാണോ എന്താ സംഭവം നമുക്ക് മനസ്സിലാവുകയില്ല. അതാണ് പ്രശ്നം. അവിടെ മൊത്തം വെള്ളം വീഴുക. എൻ്റെ പൊന്നോ, ഇതിവിടെ വന്നില്ലായിരുന്ന മിസ് ചെയ്തേനെ കേട്ടോ. വെളിയിൽ നിന്ന് അത് ദൂരെ കേട്ടോ, അവിടെ നിന്നാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ താഴെ ഇറങ്ങി ഈ വഴി നടന്നു വന്നു. ഇതിങ്ങോട്ട് വന്നില്ലായിരുന്നു, ഭയങ്കര മിസ്സിങ്ങാണ്. താഴെ എത്തുമ്പോഴത്തേക്കിനും അവസാനം ഇങ്ങനെ കയറി വേണം പോകാനായിട്ട്, ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാനായിട്ട്. ഇത് ഗംഭീരം കേട്ടോ. താഴെ നോക്കുമ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ ഉണ്ട്, മേളിൽ വരുമ്പോൾ വാഴച്ചാൽ വാട്ടർഫോൾ പോലെ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോഴേക്കിനും മനസ്സിലാവുമോ ഇതിങ്ങനെയാണെന്ന്? സാധാരണ ഒരു സ്ഥലം അല്ലേ? പക്ഷേ താഴേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഐ നെവർ എക്സ്പെക്റ്റഡ് ടു ബി ലൈക്ക് ദിസ്. ഇവിടെ കൂടെ നിന്നിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കൂടെ കണ്ടിട്ട് പോവാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ 4K കാണണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി മനസ്സിലാവുള്ളൂ. ടി വിയിലാണെങ്കിലും ഫോണിലാണെങ്കിലും എവിടെയാണെങ്കിലും. ഓ വാ, ദിസ് ഈസ് നൈസ് മാൻ. ഓ ലുക്ക് അറ്റ് ദാറ്റ്. ആ ഭാഗം കണ്ടോ, അതാണ് നമ്മൾ ഒഴുകി പോകുന്നത്. ദിസ് ഈസ് ജസ്റ്റ് ലിറ്റ്. ഒന്നും പറയാനില്ല, ഈ വ്യൂ ആണ് വ്യൂ. മേളിൽ നിന്ന് താഴെ നടന്നിറങ്ങി വന്ന് ഇവിടെ വന്ന് ഈ വെള്ളം ഈ കുഴിക്കകത്തോട്ട് വീഴുന്ന കാണുമ്പോഴേ ഇനി ലെറ്റ്സ് ഗോ ഡൗൺ. ഇറ്റ്സ് ടൈം ടു ഗോ ഡൗൺ. ഗോ ഡൗൺ അല്ല, ഗോ അപ്പ്. നമ്മൾ ഡൗണിലേക്കാണ് വന്ന്, ഇനി മേളിലേക്ക് പോകണം. അടിപൊളി വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ, വന്നില്ലായിരുന്ന മിസ്സായേനെ. ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഗുൽഫോസ് എന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടത്തിന്റെ ഒരു മാഗ്നറ്റ് വാങ്ങിച്ചു, പിന്നെ ഐസ്ലാൻഡിന്റെ ഒരു മാഗ്നറ്റ് വാങ്ങിച്ചു, പിന്നെ മറ്റേ ബെല്ല് മണി വാങ്ങിച്ചു ഐസ്ലാൻഡിന്റെ. പിന്നെ ഈ കിച്ചൺ എനിക്ക് മനോഹരം വാങ്ങിച്ചതാണ്, ഐസ്ലാൻഡിന്റെ കിച്ചൺ. ഇത് കിളിയുടെ പേരാ മഫിൻ. നമ്മള് ന്യൂസിലൻഡിൽ കിവിയില്ല, അതേപോലെ ഒരു സാധനം. കുറച്ച് വെയിലായി, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെയിൽ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് അവിടെ വെള്ളച്ചാട്ടം എല്ലാം കണ്ട് തിരിച്ചു വന്ന് ഇനിയിപ്പോ ഇവരെ ബൈ പറഞ്ഞ് വിടണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എത്ര കിലോമീറ്റർ, 50 കിലോമീറ്ററോളം വന്ന വഴി തിരിച്ചു പോകണം. വീണ്ടും നമ്മൾ റൂട്ട് N1 കയറാനായിട്ട്. ഗൈസ്, ഇതാണ് ഞാൻ നോക്കിയിരുന്ന ഐസ്ലാൻഡ്. അങ്ങനെ നല്ല വെയില് വന്നിരിക്കുകയാണ്. വെയില് വരുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു പച്ചപ്പിന്റെ ആ ഒരു ഹരിതാഭയുടെ ഒക്കെ ഭംഗി. ഞാനത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ആ സെക്കൻഡ് ചിലപ്പോൾ ഇരുണ്ട് വരുന്നൊക്കെ ഇരിക്കും. അങ്ങനെ വെയിൽ വന്നപ്പോഴത്തേക്കിനും ഞങ്ങളെത്തി ഒരു ഗോൾഫ് കോഴ്സിൽ. നല്ല അടിപൊളി ഒരു ഗോൾഫ് കോഴ്സ്. എന്താല്ലേ ഗോൾഫ് കോഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും. അപ്പോൾ നമ്മുടെ മനോജേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പാർട്ട് ടൈം ചെയ്യാനായിട്ട് വരാറുണ്ടെന്ന് പറയാറുണ്ട്. പാർട്ട് ടൈം അല്ല, ഓൺ കോൾ അല്ലേ, ഓൺ കോൾ ചെയ്യാനായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കയറിയതാണ്. ഇവിടെ ഈ ഗോൾഫ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ബോൾ അടിച്ച് കുഴിക്കകത്തോട്ട് വന്നിട്ട് അതിൻ്റെ പുറകെ ഓടും, പിന്നെ എടുത്തുകൊണ്ട് വരും, പിന്നെയും കുഴിക്കകത്തോടും. അങ്ങനത്തെ ഒരു കളിയാണല്ലോ. അപ്പോൾ ഈ ഗോൾഫ് കളിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള വണ്ടി, പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ വിൻ്ററിലൊക്കെ ഇതൊക്കെ പോകത്തില്ലേ? വിൻ്ററിലുണ്ടാവില്ലല്ലോ ഗോൾഫ് കോഴ്സ് ഒന്നും, സമ്മറിൽ മാത്രമല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. വാവ്, നൈസ്. ഹേയ്, നമ്മളിപ്പോൾ ഫുൾ വൺ സെറ്റപ്പ് ഉണ്ടല്ലോ. ഞങ്ങൾ കാപ്പി കുടിച്ചിറങ്ങിയപ്പോഴത്തേക്കിന് ഇത്രയും നേരം ഇല്ലാതിരുന്ന ബ്ലൂ സ്കൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ വന്നു കണ്ടോ. ഇത്രയും നേരം ഇല്ലാതെ ഞങ്ങൾ നല്ല വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കിനും ബ്ലൂ സ്കൈയും വന്നു. നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടമില്ലേ, ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്ന നദിയായിട്ട് നമുക്ക് കാണുന്നത്. ഞാൻ നേരത്തെ ഡ്രോൺ പറത്തി കാണിച്ച, അങ്ങോട്ട് പോകാൻ നേരം ഡ്രോൺ പറത്തി കാണിച്ച നദിയൊക്കെ ഇല്ലേ, ആ നദിയൊക്കെ ശരിക്കും ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളത്താൽ പോകുന്ന ഇതാണ്. കണ്ടില്ലേ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി 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 കടലിൽ പോയി ചേരും. അതാണ് എൻ്റെ പരിപാടി. നിങ്ങളങ്ങനെ വന്ന് സെൽഫോസ് എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്.
കുറേ നേരമായിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. നല്ലൊരു പാലം, ആ നദി, നമ്മൾ ആ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം വരുന്ന ആ നദി നമ്മളിവിടെ ക്രോസ് ചെയ്യുകയാണ്. വേണ്ട, ആ നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ്, ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയയാണത്. അപ്പോൾ മനേട്ടാ കാണാം, നിങ്ങൾ നീങ്ങിക്കോ. ഞാൻ വിളിക്കാം, ഞാൻ ഡെയിലി അപ്ഡേറ്റ് തരാം എവിടെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായും. അപ്പോൾ താങ്ക് യു അശ്വിൻ, സി യു. പോയിട്ട് വരാം കേട്ടോ, ബൈ. അപ്പോൾ മനേട്ടൻ പോയി, ഞാൻ എൻ്റെ വണ്ടിയുമായിട്ട് വീണ്ടും ഒറ്റയ്ക്കായി. വീണ്ടുമല്ല, ആദ്യമായിട്ട് ഒറ്റയ്ക്കായി. ഇത്രയും നേരം പരവട്ടിലൂടെ ആയിരുന്നു. സോ എന്താ പറയുക, അപ്പോൾ ഇനി നമ്മൾ ഒറ്റയ്ക്കുള്ള കറക്കമാണ്. ഇനിയിപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്, ഇനിയും കറങ്ങാൻ സമയമുണ്ട്. മിക്കവാറും ഒരു വീഡിയോയും കൂടി ഇന്ന് എടുക്കും. എന്നിട്ട് ഒരു ക്യാമ്പ് സൈറ്റ് കണ്ടുപിടിക്കണം, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം. എങ്ങനെയാണ് പരിപാടി എന്നറിയത്തില്ല, ഉറങ്ങാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ബൈ 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 ബൈ. എങ്ങനെയുണ്ട് ഐസ്ലാൻഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.